നഗരപരിധിയിൽ ഒരു വീടുകളിൽ മാലിന്യ കൂമ്പാരം വന്നു കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പിൻ്റെ ഫൈൻ അടിക്കുന്ന ഈ തലസ്ഥാന നഗരിയിൽ ഇപ്പോൾ ഈ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. നിരവധി ജനങ്ങൾ കടന്നു പോകുന്ന ഒരു പാസേജാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേക്കും തമ്പാനൂർ ബസ് സ്റ്റാൻഡിനും ഇടയ്ക്കുള്ള ഒരു പ്രധാന പാതയാണ്. ആ പാതയിൽ നിരവധി ഈ ജലക്കെട്ടുകൾ കാരണം കൊതുകുകളും ഈച്ചകളും മുട്ടയിട്ട് പെരുകുകയും മാലിന്യങ്ങൾ കൂമ്പാരമാവുകയും നിരവധി പകർച്ചവ്യാധികളായ ടൈഫോയിഡ്, മലമ്പനി തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ മുട്ടയിടുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷനും ഈ ബസ് സ്റ്റാൻഡിനും ഇടയ്ക്കുള്ള പ്രധാന പാത. ദിനംപ്രതി 10,000-കണക്കിന് യാത്രക്കാർ പോകുന്ന ഈ പാസേജിൽ ജനങ്ങൾക്ക് ഈ മാലിന്യ ജലത്തിൽ ചവിട്ടാതെ പോകാൻ പറ്റില്ല. കാരണം നിങ്ങൾ തന്നെ നോക്കുമ്പോൾ തന്നെ കാണാം, ഈ മാലിന്യ ജലം നിറയെ കൃമികളും പ്രാണികളും കൊതുകുമുട്ടകളും ഈച്ചകളും വന്ന് മുട്ടയിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ പരിതാപകരമായ കാഴ്ചയാണ്. ഈ കാഴ്ചയ്ക്ക് ഒരു ശാശ്വത പരിഹാരം ഈ പുതിയ ഭരണസമിതിയും ഈ BJPയുടെ ഭരണകർത്താക്കളും ഇവിടുത്തെ കൗൺസിലർമാരും ഇത് കണ്ടുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് തിരുവനന്തപുരം തമ്പാനിൽ നിന്നും ക്യാമറമാൻ സജീവിനോടൊപ്പം കേരള ടുഡേ ടൈംസിന് വേണ്ടി രാജേഷ്.